ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. ഡീപ്പ് ക്ലീനിങ്ങും അലമാരി ഒതുക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള എന്താ പറയുക, അടുത്ത ആഴ്ച സുഗമമായിട്ട് പോകാനുള്ള എളുപ്പ വഴികളും ക്ലീനിങ്ങും കാര്യങ്ങളാണ്. കുക്കിങ്ങിൻ്റെ കാര്യത്തിലല്ല കേട്ടോ, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെയാണ് ചെയ്തു വയ്ക്കാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറ് തിളപ്പിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ തിളപ്പിച്ച് അത് കുടിച്ചു. പപ്പായയാണ്, കായ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കായ സ്റ്റോറിന് ഒട്ടും ഇഷ്ടമില്ല. അത് കാരണം പപ്പായയാണ് മിക്കവാറും സൺഡേയിൽ ഉപ്പേരി കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പപ്പായനെ റെഡിയാക്കി ഇതേ കാച്ചി എടുത്തു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക്, ഇഷ്ടമില്ലാത്തവർക്ക് അതൊരിക്കലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് അവന് ചോറ് പകർത്തി അരിക്ക്, അവന് നല്ല കളർഫുള്ളൊക്കെ ആയിരിക്കണം ഫുഡ്. അപ്പോൾ അതാ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മുട്ട കൊത്തി പൊരിച്ചു. പിന്നെ പപ്പായ, പിന്നെ അച്ചാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കഴിഞ്ഞു. അപ്പോൾ ഉള്ളത് അവനാക്കി കൊടുത്തു. അങ്ങനെ അവനെ പറഞ്ഞയച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ 2 പേരും അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ആരാന്ന് നോക്കട്ടെ, നമ്മുടെ വെള്ള കണ്ടപ്പനും കറുപ്പ് കണ്ടപ്പനും. രണ്ടാളും ഭയങ്കര ഉറക്കം. ഞാൻ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ഒന്നും പോയിട്ട് അവരറിയണേ ഇല്ല. ഒരു കണ്ടപ്പൻ ചെവിയൊക്കെ ആട്ടുന്നുണ്ട്, മറ്റവൻ അത്രയ്ക്കും ഇല്ല, അത്ര ഉറക്കമാണ് കേട്ടോ. രാത്രി മുഴുവൻ പണിയല്ലായിരുന്നേ, പകൽ കിടന്നുറങ്ങട്ടെ, നല്ല തണുപ്പല്ലേ. ഈ നേരത്ത് മഴയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറേ തുണികൾ കഴുകാനുണ്ടായിരുന്നു, പുതപ്പുകളും വിരികളും. പിന്നെ ഞാൻ കുറേ നാളായിട്ട് ഇടാണ്ടിരുന്നിരുന്ന ചുരിദാറുകൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ അങ്ങനെ കുറച്ചധികം തുണികൾ തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി. എന്താ പറയുക, ഏകദേശം ഉച്ചവരെ അത് തന്നെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ചിക്കൻ വറുത്ത് കണ്ടിട്ട് ചിക്കൻ മേടിച്ചു വന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ വ്ളോഗ് എടുക്കാനായിട്ട് നിന്നില്ല. രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുക്കള നല്ല ക്ലീനാക്കി. അടുക്കള എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഡീപ്പ് ക്ലീനിങ് ചെയ്തില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ആകെ പൂത്തിരിക്കുന്ന പോലെയൊക്കെയാണ്. എന്ന് വെച്ചാൽ മഴയല്ലേ, അത് കാരണം കൊണ്ട്. പിന്നെ ഗ്യാസ് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഗ്യാസ് നല്ല അഴുക്കുണ്ടായിരുന്നു. അടിയിലൊക്കെ അങ്ങനെ പൂത്ത പോലെ അങ്ങനെയൊക്കെ കേട്ടോ, അല്ലാണ്ട് ഫുഡ് വീണിട്ടുള്ള അഴുക്കല്ല പറയുന്നത്. അപ്പോൾ അതിനൊക്കെ തേച്ച് കഴുകി. പിന്നെ അതിൻ്റെ ഈ കമ്പിയൊന്നും ഞാനങ്ങനെ എപ്പോഴും തേച്ച് കഴുകാറില്ല, പക്ഷെ അത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ തേച്ച് കഴുകണം കേട്ടോ. അല്ല, ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ തുരുമ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഗ്ലൗസ് ഇട്ടിട്ടൊക്കെ കഴുകുകയാണ് നല്ലത്. ഞാൻ മടി വിചാരിച്ചിട്ട് അത് എടുത്തില്ല, എന്ന് മാത്രം. ബ്രഷ് ഇട്ട് കഴുകി. ആ സിങ്ക് കഴുകണ ബ്രഷാണ് കേട്ടോ അത്. ചെറിയ ബ്രഷ് പോരാന്ന് തോന്നി, സ്പീഡ് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഷ് കൊണ്ട് ചെയ്തത്. പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ നന്നായിട്ട് തുടച്ച് അതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി. പിന്നെ അതിൻ്റെ അടിയിലൊക്കെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് തട്ടി കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കമ്പിയൊക്കെ കഴുകിയത് ഒന്ന് വെള്ളമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു, അതും റെഡിയാക്കി എടുത്തു വെച്ചു. പിന്നെ ഞാൻ അതുമേക്ക് തന്നെ എല്ലാ ഫുഡും പാചകം ചെയ്തൊക്കെ എടുത്തു വെച്ചു. എന്താ വെച്ചാൽ ബാക്കിയുള്ളവിടെ വൃത്തിയാക്കണ്ടേ. പിന്നെ പുളിയും ഉപ്പൊക്കെ വെച്ച ഭരണികളൊക്കെ തുടച്ച് വെച്ചു. പിന്നെ സ്റ്റാൻഡൊക്കെ ഇങ്ങോട്ട് നീക്കി അവിടെ നിന്ന് നന്നായിട്ട് തുടച്ചു കേട്ടോ. പിന്നെന്താ പറയുക, ആ ഒരു വരമ്പ് പോലത്തെ സ്ഥലം ഉണ്ടല്ലോ, ടൈലൊട്ടിച്ചതിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തുടയ്ക്കണം, പണി പറ്റിക്കുക അല്ലെങ്കിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ഇപ്പോഴും അത് അല്ലെങ്കിലും തുടയ്ക്കാറുണ്ട് കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ആകുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ. പിന്നെ മിക്സി ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി. അപ്പുറത്തെ സൈഡിലേക്കുമ്പോൾ എപ്പോഴും വെള്ളം അങ്ങോട്ട് തെറിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മിക്സി അടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇതാ മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ വേഗം പോയി തുണികളൊക്കെ എടുത്തു. കുറേ തുണികൾ മുറ്റത്തും ടെറസിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ 30 രൂപയുടെ കുളത്തിരുന്ന അഴയ്ക്ക വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 രൂപയാണ് കേട്ടോ ആ ഒരു ചെറിയ പീസിന്. അപ്പോൾ അത് വലിയ ലാഭം ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി. അത് കാരണം അതവിടെ കുളത്തിട്ടിട്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞു, കയറ് വാങ്ങിച്ചിട്ട് ഒരു കഷ്ണം കമ്പി വാങ്ങിച്ച് വളച്ച് കെട്ടി വെച്ചാൽ മതി. 30 രൂപയുടെ പോയിട്ട് നമുക്ക് ഒരു 200-250 രൂപയുടെ അഴയ്ക്ക ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ മുന്നേ കെട്ടിയായിരുന്ന, ഞാൻ തുണി കൊണ്ട് കെട്ടിയായിരുന്ന അഴയ്ക്ക കൂടെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കയറ് വാങ്ങിച്ചുകൊണ്ടതൊക്കെ എടുത്തത് ആ ചുറ്റി കെട്ടി എല്ലായിടത്തോട്ടും മഴ തല്ലി തൊഴിച്ച് പെയ്തു കേട്ടോ. ഇനി മുറ്റത്തേക്ക് തുണികൾ ഇറക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ അങ്ങോട്ട് കെട്ടി ഇങ്ങോട്ട് ഇട്ട് ഫാൻ അങ്ങോട്ട് ഇട്ട് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ആകെ സ്മെല്ലൊക്കെ ആവും ഫാൻ ഇട്ടില്ലെങ്കിൽ. ഹാളിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയെ തീ ഇടാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്നതാണ്. കുറേയൊക്കെ തീ ഇട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഇടാണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ പെയ്തു. ഇനിയിപ്പോൾ മുറ്റത്തെ പണിയൊന്നും രക്ഷയില്ല. പിന്നെ അത് അടുക്കളയത്തെ പണി അവസാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ അതിനിടയ്ക്ക് ചിക്കനൊക്കെ ഫ്രൈ ആക്കി, ചോറുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ എല്ലാതും വീഡിയോ എടുക്കാൻ എൻ്റെ ജോലികൾ കഴിയില്ല, അത് കാരണം കൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ അലമാരി ഒതുക്കാൻ കുറേ നാളായിട്ട് അലമാരി ഒതുക്കിയിട്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, അലമാരി ഒതുക്കാന്ന് പറഞ്ഞാൽ മടക്കി വെക്കലല്ല കേട്ടോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ടാത്തൊക്കെ ഒന്ന് കളഞ്ഞ് അലമാരി വൃത്തിയാക്കിയാലാണ് അലമാരി നല്ല ക്ലീനായിട്ടിരിക്കുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്തിൽ ഒരു വട്ടമെങ്കിലും മിനിമം
നമ്മൾ അലമാരി ഒക്കെ എടുത്ത് നോക്കി നമുക്ക് ആവശ്യമുള്ളത് കളഞ്ഞ് എടുത്ത് ആവശ്യമില്ലാത്ത കളഞ്ഞ് രണ്ടാമത് നമുക്കത് വെട്ടി തയ്ക്കാനൊക്കെ പറ്റുന്നത് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ ടബിലാക്കാൻ പറ്റുന്നത് അങ്ങനെ എടുക്കുക. ഒട്ടും പറ്റാത്തത് തീയിട്ട് കളയാണ് ഞാൻ ചെയ്യുക കേട്ടോ. അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. ചിലർ പറയും തീയിടാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് എന്താ ചെയ്യുക, വേറെ ഓപ്ഷനൊന്നും ഇല്ല. അത് കാരണം ഇത്രയ്ക്കധികം തുണികൾ ചേട്ടൻ്റെ ഇനിയാണ് കേട്ടോ ഇതൊക്കെ വേസ്റ്റ് കളഞ്ഞു. പിന്നെ അച്ഛൻ്റെ ഷർട്ടാണ് കേട്ടോ, അത് പുതിയ തയ്ച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടനോട് ഇട്ടോളാൻ പറഞ്ഞ് അമ്മ കൊടുത്തായിരുന്നു. ചേട്ടൻ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. ഇപ്പോൾ അത് കാരണം ആ ഷർട്ടൊന്നും പാകാവില്ല, അല്ലെങ്കിൽ അച്ഛനും ചേട്ടനും ഒരേ അളവായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഷർട്ടൊക്കെ ചേട്ടന് കൊടുക്കൽ പതിവുണ്ടായിരുന്നു. ചേട്ടൻ ഇടാറുണ്ട് കേട്ടോ, ചേട്ടൻ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല, അങ്ങനെ അച്ഛന്മാരുടെ ഷർട്ട് അങ്ങനെ ഒന്നുമില്ല, ചേട്ടന് ഭയങ്കര അങ്ങനെ ഇടാറുണ്ട്. പക്ഷെ ഇപ്പോൾ ക്ഷീണിച്ച കാരണം ആ ഷർട്ട് ഒരു ഭാഗവും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അതങ്ങനെ കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ എടുത്ത് വെച്ചു, ഇനി വണ്ണം വയ്ക്കുമ്പോൾ ഇടാം അല്ലേ. അപ്പോൾ അതാ അങ്ങനെയൊക്കെ റെഡിയാക്കി. പിന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടാണ് തുണികൾ വെക്കുക കേട്ടോ. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കറ എന്തെങ്കിലും ആവണ്ട. പണ്ട് എൻ്റെ സെറ്റ് സാരിയിൽ അങ്ങനെ ആയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ അല്ലെങ്കിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ എന്തോ അങ്ങനെ മുട്ടിയിട്ട് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ പാൻറ്റുകൾ ഇതാ ഒട്ടും പാൻറ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇടാനായിട്ട്. തപ്പി പറക്കി വന്നപ്പോൾ 5 പാൻറ്റാണ് കിട്ടിയത് ഇടാനായിട്ട്. പക്ഷേ ഒന്ന് ചിലതിന് നീളം കൂടുതലുണ്ട്, രണ്ടെണ്ണത്തിന് എന്തോ പറ്റിയിട്ട് അങ്ങനെ എടുത്ത് നീളം കുറയ്ക്കാനായിരിക്കാം അങ്ങനെ എടുത്തു വച്ചായിരുന്നത്. 3-4-5 പാൻറ്റുകളുണ്ട്. ഇനിയിപ്പോൾ പാൻറ്റുകളായി ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നത്. ശ്രീകുട്ടൻ്റെ കുർത്തികളാണ് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഒന്നും ഷേപ്പാക്കിയിട്ടില്ല. അത് കാരണം കൊണ്ട് ഇട്ടിട്ടില്ല. ഓണം സെലിബ്രേഷൻ ഉപയോഗിക്കാനാണ് തോന്നുന്നുണ്ട് പുള്ളിക്ക്. അങ്ങനെ ഇതാ. പിന്നെ നമ്മുടെ ലെഗിൻസൊക്കെ ഉണ്ടല്ലോ, മിക്കവാറും ഒരു കേടും ഉണ്ടാവില്ല അതിന്, പക്ഷേ അലസ്റ്റിക് ലൂസാവും. അപ്പം എനിക്ക് കളയാനായിട്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പം ഞാൻ നടുവിലൊരു ഓട്ട ഇട്ടിട്ട് ഇങ്ങനെ വള്ളി കയറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു മുന്നൊക്കെ. അപ്പോൾ അത് സക്സസ് ആയി കണ്ട, കറക്റ്റ് നമുക്ക് കിട്ടി. ഞാൻ പപ്പടം കോലാണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടാൻ, സൂചി കൊണ്ട് കുറേ ടൈം കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെ കയറ്റി കണ്ടിട്ട് എടുത്തു. പിന്നെ വീട്ടിലിടാലോ, വീട്ടിലോട്ട് യാത്രയ്ക്ക് ഇടണമെങ്കിൽ ഒക്കെ ഇടാം കേട്ടോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു മുറി ഫ്രണ്ടിൽ ഇങ്ങനെ മുറിച്ചിട്ട് അത് നമുക്ക് കയറ്റാം. കറക്റ്റായിട്ട് നമുക്ക് ചില ലെഗിൻസിന് അങ്ങനെ പറ്റാത്തതുണ്ട്, നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടും കോറി അടിച്ചിട്ടുള്ളത്. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പിള്ളേരുടെ ബർമൂടയൊക്കെ വാങ്ങിക്കില്ലേ നമ്മൾ, അതും ഉണ്ടായിരുന്ന വള്ളിയായിരുന്നു കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ഞാനത് സെറ്റാക്കി എടുത്തു, വീട്ടിലിടാനായിട്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. ഈ ഒരു ലെഗിൻസ് ഇങ്ങനെ ചൊറിച്ചല അങ്ങനത്തെ ഒന്നുമില്ല. കൂടുതൽ ലെഗിൻസ് ഞാൻ ചൊറിച്ചലൊക്കെ വരാറുണ്ട്, പക്ഷെ ഇതെന്തോ ഇട്ടിട്ട് ഇനി നല്ല സുഖമായിട്ടുള്ളൊരു ലെഗിൻസാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കളയാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ചുരിദാർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, വാലായ്മ ചുരിദാറായിരുന്നു. കുറേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്മയുടെ. അപ്പോൾ അതിനി വീട്ടിലിടാനേ പറ്റില്ല. അതിൻ്റെ തയ്യൽ അടിപൊളിയാണ് കേട്ടോ, അളവെടുത്ത് തയ്ച്ചതായിരുന്നു, റെഡിമെയ്ഡൊന്നല്ല, നല്ല കൃത്യമായിട്ട് തയ്ച്ചിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. ഇനി വേറെ ചുരിദാർക്ക് തയ്ക്കാൻ കൊടുക്കാൻ വെച്ചാൽ അളവിന് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ പാൻറ്റും കൂടി അങ്ങനെ ചെയ്യാനുണ്ട്, പക്ഷേ ഇപ്പോൾ തൽക്കാലം അത് വീട്ടിലിടാൻ ഉദ്ദേശിക്കണില്ല. നല്ല പാൻറ്റാണ്. അപ്പം ഞാനത് കുറേ ഡ്രസ്സുകളൊക്കെ എന്താ പറയുക ഒന്ന് റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗിലാക്കി വെച്ചു. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ കുറച്ചൊക്കെ റെഡിയാക്കാൻ പറ്റും. തയ്യൽ മെഷീൻ റെഡിയാക്കിയിട്ട് വേണം ചേട്ടനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാവോ ബാഗുകളൊക്കെ ഏകദേശം ഇങ്ങനെ പൊടിഞ്ഞ് തുടങ്ങിയിട്ടാണ്. കുറേ കാലമായി ഞാൻ ഈ ബാഗുകളൊക്കെ കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ ഓഫീസിൽ ഈ ഒരു ഐറ്റം വരാത്ത കാരണം കൊണ്ട് ബാഗുകൾ കിട്ടണില്ല. അല്ലെങ്കിൽ ആ ഒരു ഓയിൽ ഫിൽറ്റർ ഉണ്ടല്ലോ, കുഞ്ഞൊരു ഓയിൽ ഫിൽറ്റർ, പറഞ്ഞാൽ അറിയില്ല അല്ലേ കൂട്ടുകാർക്ക്. ഞാൻ എൻ്റെ കാര്യം പറയണ പോലെ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. അത് വരുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ കമ്പനി തന്നെ നിർത്തിയ കാരണം ഇപ്പോൾ അങ്ങനത്തെ ബാഗുകൾ കിട്ടുന്നില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇതേപോലെ ഒതുക്കുമ്പോഴേക്കും പുതിയ ബോക്സുകൾ വാങ്ങിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇഷ്ടം പോലെ സ്ഥലം ബാലൻസ് ആയി കേട്ടോ. കുറേ തുണികളൊക്കെ എടുത്ത് കളഞ്ഞപ്പോൾ അപ്പം ഞാൻ ആദ്യത്തിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ, ഇത്രയും സ്ഥലം ബാലൻസ് ഉണ്ട്, ഇത്രയും തുണികൾ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അലമാരി അടച്ച് ഞാൻ അപ്പോൾ അത്രയ്ക്കായപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല ക്ഷീണമായിട്ടാണ്. അലക്കലും അടിച്ചു വാരലും തുടയ്ക്കലും അങ്ങനത്തെ കുറേ പണികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ ബാത്റൂം കൂടി കഴുകണമെന്നുണ്ടായിരുന്നു, അത് കഴുകാൻ പറ്റിയില്ല. കുറേ നേരമൊക്കെ കിടന്നു. ഉച്ചക്കലത്തെ ചായ ചേട്ടനാണ് കേട്ടോ വെച്ചത്. പിന്നെ കുറേ നേരം കിടന്നു. മേമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറേ വിശേഷങ്ങൾ അറിയാത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അറിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഇതിൽ ഞാൻ കുറച്ച് നല്ലോണം കഴുകിയിട്ടേ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചുമന്നുള്ളി, കറിവേപ്പില, അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടാണ് ചിക്കൻ. അപ്പോൾ വച്ചേക്കുന്നതാണ്. അതിന് 5-6 കഷ്ണത്ത് ചിക്കൻ ഉച്ചയ്ക്ക് ഞങ്ങളൊന്ന് ഫ്രൈ ആക്കി ചോറുണ്ടെന്ന് മാത്രം കേട്ടോ. പപ്പായ ഉപ്പേരിയും കൂടി
പിന്നെ ഇനിയിപ്പോൾ ശ്രീകുട്ടല്ലല്ലോ, അത് കാരണം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ 2 അടി അടിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ അവിടെ മുട്ട പൊരിക്കേണ്ടി വെച്ചിട്ട്, അപ്പോഴേക്കും ഞാനിത് വേഗം റെഡിയാക്കട്ടെ. പിന്നെ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ കുരുമുളക് പൊടിയും കൂടി അപ്പം തന്നെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ട് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ നമ്മളിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുറേ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണല്ലോ, അപ്പോൾ അത് കാരണം കൂടെ അടിപൊളിയാണ് കേട്ടോ. മധുരം വേണ്ട നിനക്ക്? അപ്പോൾ കണ്ടപ്പന്നെ ചേട്ടൻ പുറത്താക്കിയതാണ് കേട്ടോ. ചേട്ടൻ എപ്പോൾ വന്നാലും ചേട്ടൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടക്കും. എപ്പോഴും അവനുള്ള മീനും ചിക്കനും കൊണ്ടുവരാമെന്നാണ് അവൻ്റെ വിചാരം. അപ്പോൾ അതാ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഗണപതി ഹോമം കഴിച്ചിട്ട് അടയും ഉണ്ണിയപ്പവും പിന്നെ അവിലും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓരോ പീസ് കഴിച്ചു. കുറേ നേരമായിട്ട് ആദ്യത്തെ മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ അവന് ഹാപ്പി. അത് കുറേശ്ശെ കഴിച്ചപ്പോൾ സമാധാനം കിട്ടിയിട്ടോ. ഞാനും ചേട്ടനൊക്കെ കഴിച്ചു. പിന്നെ ശ്രീകുട്ടനുള്ളത് ബാക്കി എടുത്ത് വെച്ചു. ശ്രീകുട്ടനുള്ളതൊന്നല്ല കേട്ടോ, ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ മധുരം എനിക്കും ചേട്ടന് ഇഷ്ടമൊക്കെ തന്നെ, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ശ്രീകുട്ടന് കഴിക്കും, എന്നാലും അത്ര വലിയൊരു ഇഷ്ടമൊന്നുമില്ല മധുരത്തിനോട്. എന്നാൽ ഇങ്ങനത്തെയൊക്കെ കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഞാനും ആദ്യത്തിനും ഒക്കെ കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ സാധനങ്ങളും നിരത്തി വയ്ക്കുകയാണ് കേട്ടോ. ചേട്ടനെ കളിയാക്കണം ആദ്യത്തെ. ജിമ്മനാന്നാ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതാ ചിക്കൻ 2 അടി അടിച്ചു. അപ്പോൾ അതിന് എയർ കളഞ്ഞിട്ട് തുറക്കാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എയർ ഫുള്ളായിട്ട് കളയാണ്ട് തുറക്കുകയാണെങ്കിൽ ഒരടിക്ക് അടിച്ചാൽ മതിയാവും. അങ്ങനെ ചിക്കൻ തൈ തുറന്നപ്പോൾ ഇപ്പം തന്നെ കഴിക്കാറായിട്ട്. കാണാൻ ഇത്തിരി ഭംഗി കുറഞ്ഞാലും കിഡു ടേസ്റ്റാണ് കേട്ടോ. അത് അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കിയുള്ളൂ. ഇങ്ങനെ എളുപ്പമല്ല, ഭയങ്കര ഈസിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കാനായിട്ട്. അടുപ്പുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ചീനച്ചട്ടിയിൽ ഒഴിച്ചു. പിന്നെ ഗ്രേവി അധികം ഉണ്ടാവില്ല, റോസ്റ്റായിട്ടാണ് കേട്ടോ ഇതെടുത്തേക്കുന്നത്. ഗ്രേവി ഓവറായിട്ടില്ല. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് വറ്റിക്കോട്ടെ. പിന്നെ അതിലേക്ക് ഇടാനുള്ള ഇത്രയും സവാള എടുത്തില്ല കേട്ടോ, അതിൻ്റെ പകുതി എടുത്തോളാം. പിന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെക്കാൻ കേട്ടോ. അപ്പം അലക്കിയപ്പോൾ കൈ ഉരഞ്ഞിട്ട് എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് തൊടുമ്പോഴും അതുമ്പോൾ തന്നെ തട്ടുക കേട്ടോ. അപ്പോൾ വേദന എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു തുണിയെടുത്ത് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ബാൻഡേഡ് ഇടുക എന്നൊക്കെ പറയാം. പക്ഷെ അതിന് മാത്രമല്ല, തൊലി പോയിട്ടുള്ളൂ. പക്ഷേ എവിടെ തൊട്ടാലും അതുമ്മയ്ക്ക് ആദ്യം തൊടൽ വരുള്ളൂ. അപ്പം അങ്ങനെ ഒരു സവോള അരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പകുതി മതിയാവുള്ളൂ എന്ന്. അങ്ങനെ പകുതി അരിഞ്ഞ് വെച്ചു കേട്ടോ. ചിക്കൻ നോക്കി ചിക്കൻ നോക്കി നിൽക്കുന്ന കൊതി പറഞ്ഞപ്പോൾ വേഗം പോവുക. ചേട്ടൻ അങ്ങനെ 2 കഷ്ണം ചിക്കൻ എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ വെന്തിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. പിന്നെ ശ്രീകുട്ടനെ കൊണ്ടുവരാനായിട്ട് പോയി. പിന്നെ ഞാൻ ചപ്പാത്തി മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട്. വയ്യാണ്ടായിട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും കുറേ അലക്കാനും അലമാരി വൃത്തിയാക്കാനും അടിക്കാനും തുടയ്ക്കാനൊക്കെ. അടിക്കലും തുടയ്ക്കലൊന്നും ഞാൻ കാര്യമായിട്ട് പിടിച്ചില്ല, അടുക്കളയിലത്തെ മാത്രമേ പിടിച്ചോളൂ. എന്ന് വെച്ചാൽ എൻ്റെ ജോലികൾ കഴിയില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പാത്തി 10 വാങ്ങിച്ചു എന്ന് പറഞ്ഞു. പിള്ളേർ എന്തായാലും ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ ചോറ് വേണ്ട, ചപ്പാത്തിയാ പൂരിയാ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറയും. അത് കാരണം കൊണ്ട് ഞാനങ്ങനെ ചപ്പാത്തി മേടിപ്പിച്ചതാണ്. പിന്നെ ചേട്ടൻ വന്നപ്പോൾ തന്നെ മാഗി ഒരെണ്ണം മേടിപ്പിച്ചു. എന്ന് ചായത്തിന് എനിക്കറിയാം എന്തായാലും വിശക്കണമെന്ന് പറയും ഇതൊക്കെ ആകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ അത് വറുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. വറുത്ത് മസാലയൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ രീതിയിൽ അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ഈ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അവസാനം കുറച്ചും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ. സവോള അരിഞ്ഞു വെച്ചില്ല, അരിഞ്ഞു വെച്ചതും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് റോസ്റ്റാക്കിയിടുക. പച്ചമുളക് ഇട്ടില്ല കേട്ടോ, എന്ന് വെച്ചാൽ നല്ല എരിവുണ്ട്. ഇനി പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ എരിവ് കൂടിയിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സവോള മാത്രം ഇടണുള്ള, ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ സവോള ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി മുന്നേ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഗ്രേവി കിട്ടുക. പിന്നെ കുറച്ച് നേരം അവിടെ കിടന്ന് ചെറുതീയിൽ റോസ്റ്റായി നമുക്ക് എടുക്കണം കേട്ടോ. ചപ്പാത്തി ആശീർവാദിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട് ചപ്പാത്തി. അപ്പോൾ അടിപൊളിയായിട്ട് വീർത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഡാലിയൊക്കെ പറയുന്നത് കേട്ടോ, നമ്മുടെ റിലയൻസിലൊക്കെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ട് 1 പാക്കറ്റ് കൊണ്ട് ഫ്രീ കിട്ടുന്നു കേട്ടോ. അപ്പോൾ 100 രൂപയ്ക്ക് 3 പാക്കറ്റ് കിട്ടും. അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ
ചിക്കനും റെഡിയായി എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി എഡിറ്റ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ശ്രീകുട്ടന ചേട്ടനൊക്കെ വന്നു. നല്ല മഴ നനഞ്ഞ് തിക്കും തിരക്കായിട്ടാണ് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോൾ ആ മഴ നനഞ്ഞല്ലേ, അപ്പോൾ തന്നെ കുളിക്കാനായിട്ട് പോയി. അപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും വിശന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ഇതെടുത്ത് വെച്ചിട്ട് അവന് തോർത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞിങ്ങനെ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ അത് നോക്കാനായിട്ട് കൂടെ പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് എഴുതാനൊന്നും മറക്കില്ലല്ലോ. കമൻറ്റിനൊക്കെ റിപ്ലൈ ചിലപ്പോൾ ഇത്തിരി വൈകൂട്ടാ, ക്ഷമിക്കുക കൂട്ടുകാരെ. ജോലിയും യൂട്യൂബും നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ആകുമ്പോഴത്തെ ഒരു പ്രശ്നമാണ്. പിന്നെ ബസ്സിലിരിക്കുമ്പോഴേ ഞാൻ തരാറ്. ചിലപ്പോൾ ബസ്സിലിരിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും. അപ്പോൾ എനിക്കിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ തോന്നും. അപ്പോൾ അത് കാരണം അപ്പോഴും തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സൊന്ന് റിലാക്സ് ആവുന്ന സമയത്ത് അപ്പോൾ തന്നെ റിപ്ലൈ ഒക്കെ തരും കേട്ടോ. അപ്പോൾ ഓക്കെ, ലൈക്ക് അടിക്കാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്.